ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു അവധി ദിവസമാണ്. അവധിയായതുകൊണ്ട് തന്നെ വീട്ടിൽ ഫുൾ ഡേ ചുമ്മാ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടുപ്പായതുകൊണ്ട് ഒരു പടത്തിന് നമ്മൾ പോകാൻ തീരുമാനിച്ചു. സിനിമയുടെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് കളയുന്നില്ല, പക്ഷേ എനിക്ക് സിനിമ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് കനകക്കുന്നിലെ ലൈറ്റ്സ് കാണാനാണ്. ടിക്കറ്റ് ചാർജായിട്ട് ഒരാൾക്ക് വേണ്ടത് 50 രൂപയാണ്. അകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ ഏതോ ഒരു വലിയ വണ്ടർലാൻഡിൽ എത്തിയതുപോലെ തോന്നും. നമ്മളെത്തിയപ്പോഴത്തേക്കും ഇരുട്ട് വീണ് തുടങ്ങുന്നതേ ഉള്ളായിരുന്നു, ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അധികം തിരക്കുണ്ടായിരുന്നില്ല. ഇവിടെയുള്ള ഓരോ സാധനങ്ങളും ഇങ്ങനെയൊക്കെ ആകെ തീർക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഓരോ തവണ ഇവിടുത്തെ പരിപാടികൾക്ക് വരുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സ്ഥലത്ത് എത്ര മനോഹരമായിട്ടാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന്. ഇതൊരു ഇഗ്ലു ആണ്. ഇഗ്ലു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, മഞ്ഞുകൊണ്ടുണ്ടാക്കിയ വീട്. അതേപോലെ തന്നെ ഇതിനകത്ത് ചെറിയൊരു തണുപ്പും ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് പൂക്കളുടെ അടുത്തേക്കുള്ള തുടക്കം. കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ വൈക്കോൽ തുറുവിന് പകരമായിട്ട് വേറൊരു സംഭവമാണ് ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ കുതിരയുടെ പുറത്ത് പൂക്കൾ ചുറ്റി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പണ്ട് പഠിച്ച ഉദ്യാന ദേവത എന്ന് പറഞ്ഞൊരു പാഠമാണ് ഓർമ്മ വന്നത്. നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒത്തിരി തരത്തിലുള്ള ചെടികളും പൂക്കളും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്നപ്പോഴാണ് എല്ലാവർക്കും ടാറ്റ കൊടുക്കുന്ന ഒരു സുന്ദരി കുട്ടിയെ ഞാൻ കണ്ടത്. എനിക്കും കിട്ടിയ ഒരെണ്ണം. പണ്ട് മുതലേ എനിക്ക് ഈ ബോൺസായി ചെടി ഭയങ്കര ഇഷ്ടമാണ്. പുതിയ വീട് വെക്കുമ്പോൾ വേണം ഇതെല്ലാം അവിടെ കൊണ്ട് വയ്ക്കാൻ. അങ്ങനെ നമ്മൾ കനകക്കുന്നിലെ കാഴ്ചകളോടും ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴല്ലേ അടുത്ത ട്വിസ്റ്റ്, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലവും കനകക്കുന്നിൻ്റെ എക്സിറ്റ് തമ്മിൽ നല്ല ദൂരമുണ്ട്. നേരം കുറച്ച് ഇരുട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ വന്നതിനേക്കാൾ കൂടുതൽ തിരക്കായിരുന്നു തിരിച്ചു പോയത്. അവിടെ നിന്ന് നേരെ എത്തിയത് നന്ദഗോവിന്ദം ഭജനസ് നടക്കുന്ന പത്മനാഭസ്വാമിയുടെ അടുത്തേക്കാണ്. നല്ല തിരക്കായതുകൊണ്ട് തന്നെ അങ്ങ് ദൂരെ നിന്ന് മാത്രം കാണാനേ സാധിച്ചുള്ളൂ. ഓം നമോ നാരായണ